നമസ്കാരം. കുറച്ച് പ്രായമാകുമ്പോൾ നമുക്ക് നടക്കുമ്പോഴൊക്കെ വേച്ചു പോകുന്ന പോലെ ഒരു ബാലൻസ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നാറില്ലേ? പ്രത്യേകിച്ച് ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ നടക്കുമ്പോഴോ പെട്ടെന്ന് നമ്മൾ ടേൺ ചെയ്യുമ്പോഴോ ഒക്കെ ഒന്ന് വേച്ചു പോകുന്ന പോലെ തോന്നും. അതുപോലെ നമ്മൾ കിച്ചണിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നടന്നു പോകും, പെട്ടെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിൽ അല്പം ഒന്ന് മാറി നമ്മൾ വേച്ചു പോകുന്ന പോലെ തോന്നാറുണ്ട്. അതുപോലെ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി വന്നിട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് മാറുമ്പോഴൊക്കെ ഒന്ന് ഒരു വേച്ചു പോകുന്ന ഒരു ഫീലിങ്, അങ്ങനെയൊക്കെ നിരവധി പേർക്കുണ്ട്. പ്രായമാകുമ്പോൾ മിക്കവാറും ഉണ്ട്. പിന്നെ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പം ഇത്തരം പ്രശ്നങ്ങളൊന്ന് കുറയാൻ വേണ്ടി സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഏതാനും എക്സസൈസുകളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. 50 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും തന്നെ ഇത് ചെയ്യുക. അതുപോലെ അറിയാൻ പാടില്ലാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരുമൊക്കെ ചെയ്യട്ടെ. നമ്മളൊപ്പം ചെയറിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ടല്ലേ എണീക്കുന്നത്. അത് അല്ലാതെ തന്നെ നമ്മൾ കൈകളിലൊന്നും തൊടാതെ തന്നെ ചെയറിൽ ഇരിക്കുക, എണീക്കുക, അങ്ങനെ കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്യണം. അതുപോലെ ഒറ്റക്കാലിൽ നമ്മൾ ഒരു ബാലൻസ് ചെയ്ത് കുറച്ച് നേരം എത്ര സമയം നമുക്ക് നിൽക്കാവോ അത്ര സമയം നിൽക്കുക. അങ്ങനെ ഒറ്റക്കാലിൽ മാറി ഓരോ കാലിലും നിൽക്കുന്ന എക്സസൈസ് ഒരു ഭിത്തിയുടെ സപ്പോർട്ടോടെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന ചില എക്സസൈസുകളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഇങ്ങനെ കാലിലെത്തി ഒരു 10 സെക്കൻഡൊക്കെ ബാലൻസ് കിട്ടാൻ 10 സെക്കൻഡ് 15 സെക്കൻഡ് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഇങ്ങനെ നിൽക്കുക, മാറി വീണ്ടും 10-15 സെക്കൻഡൊക്കെ ഇങ്ങനെ മാറി ഒറ്റക്കാലം നിൽക്കുക. ഇങ്ങനെ ബാക്കിലേക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് നിങ്ങളങ്ങനെ പോലെ നടക്കുക, ചേർത്ത് പാദത്തോട് ചേർത്ത് അടുത്ത കാലിൽ ഊറ്റി വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഇത് കുറേ തവണ ചെയ്യുക. ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാലിൻ്റെ മുമ്പിൽ മറ്റേ കാലം ഇങ്ങനെ ചേർത്ത് വെച്ച് പാദവും ഉപ്പൂറ്റിയും തമ്മിൽ ചേർന്നിരിക്കും, 2 കാലിൻ്റെ അങ്ങനെ ചേർത്ത് വെച്ച് നിങ്ങൾ കുറച്ച് നേരം നിൽക്കുക. ഇങ്ങനെ നിന്ന് ശീലിക്കുക. അതുപോലെ മറ്റേ കാലെടുത്ത് ഈ കാലിൻ്റെ ഭാഗത്തോട് ചേർത്ത് വെച്ച് നിൽക്കുക. പിന്നെ ഇങ്ങനെ നടന്ന് ശീലിക്കുക. പിന്നെ ചെയ്യാവുന്നത് നമ്മൾ എവിടെയെങ്കിലും സപ്പോർട്ടിൽ പിടിച്ചിട്ട് നമ്മുടെ കാലിൽ ഈ കാലിങ്ങനെ മുറിച്ചിരിക്കുക. കരുത്തോടെ ഇങ്ങനെ പലതവണ ചെയ്യുക. നെക്സ്റ്റ് വൺ ക്ലോക്ക് റീച്ച് എന്ന് പറയും. നമ്മളൊരു ക്ലോക്കിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ 12 o'clock എഴുതിയിട്ടുണ്ട്. 12, 1, 2, 3 ഇങ്ങനെയാണല്ലോ ക്ലോക്കിൻ്റെ സൂചി പോകുന്നത്. അതുപോലെ നമ്മൾ നിന്നിട്ട് നമ്മുടെ കാല് മൂവ് ചെയ്യിക്കുക. ഇപ്പം ക്ലോക്കിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് 12, 1, 2, 3, 4, 5, 6 വീണ്ടും 12, 11, 10, 9, 8, 7, 6. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി ചെയ്യാം. ഈ ഒരു മൂവ്മെന്റ് ചെയ്യുക. 3-4 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ചെയ്യാവുന്നത് നമ്മൾ ചെയറിലൊക്കെ ഇരുന്നിട്ട് നമ്മളൊക്കെ ചെയറിൽ ഇരുന്നിട്ട് നമ്മൾ എണീക്കുമ്പോൾ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തല്ലേ സാറിന് എണീക്കുന്നത്. അതിന് പറ്റും സപ്പോർട്ട് കൊടുക്കാതെ എണീക്കുക.
ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തതായിട്ട് തോന്നും, പക്ഷേ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അവരിങ്ങനെ സപ്പോർട്ടില്ലാതെ ഇരിക്കുക, എണീക്കുക. 1 2 1 2 1 2 ഈ ഒരു രീതിയിൽ ഉള്ള എക്സസൈസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഡെഡ് ബഗ് എക്സസൈസ് പറയും. അതിന് നമ്മൾ കാലുകൾ ഇതുപോലെ മുട്ടുമടക്കി ഈ ഒരു തറയ്ക്ക് വാരലായിട്ട്, മുട്ടിന് താഴ്വശം തറയ്ക്ക് വാരലായിട്ട് വരിക. കൈകളിങ്ങനെ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് കാലും കൈയും താക്കുക. ഇപ്പം വലത് കാല് താക്കുമ്പോൾ ഇടത് കൈ താക്കുക. ഈ ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, നമ്മുടെ ബ്രെയിനിൻ്റെ ആ കോർഡിനേഷൻ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയാണ് ഈ ഒരു എക്സസൈസ്. അങ്ങനെ നമ്മൾ നടക്കുമ്പം ബാലൻസ് തെറ്റുന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ. ഓക്കെ, വീണ്ടും ഇങ്ങനെ. ആദ്യമൊന്ന് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് നമ്മൾ ആലോചിച്ച് വേണം, ഓപ്പോസിറ്റ് കാലും കൈയുമാണെന്ന് മനസ്സിലാലോചിച്ച് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇതും കുറേ തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയും എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബാലൻസിൻ്റെ, നടക്കുമ്പോഴുള്ള ബാലൻസ് പോകുന്നതിലുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. എല്ലാ ദിവസവും മുടങ്ങാതെ ഇത്രയും എക്സസൈസ്. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ, ഡെഡ് ബഗ് എക്സസൈസൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വിട്ടിട്ട് ബാക്കിയുള്ള എക്സസൈസുകൾ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.